ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നുള്ള നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ 1 ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്കിവിടെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ദ വിങ്സ് ഓഫ് ഡ്രീംസ് അല്ലേ. അതായത് എന്താണ് വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് വെച്ചാൽ? വിങ്സ് എന്ന് വെച്ചാൽ എന്താ? ചിറകുകൾ. ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താ? സ്വപ്നങ്ങൾ അല്ലേ. അതായത് സ്വപ്നങ്ങളുടെ ചിറകുകൾ എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അത് നമ്മൾ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ APJ അബ്ദുൽ കലാമിൻ്റെ കോട്ടിങ്സിലൂടെയാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്? ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. ഓക്കെ, അതായത് എന്താ പറയുന്നത്? ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താ? സ്വപ്നങ്ങൾ എന്തായി മാറുന്നു? ചിന്തകളായിട്ട് മാറുന്നു അല്ലെ. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നങ്ങൾ എന്തായി മാറുന്നു? ചിന്തകളായി മാറുന്നു. ചിന്തകൾ എന്തിന് കാരണമാവുന്നു? ആക്ഷൻസിന്, പ്രവൃത്തിക്ക് കാരണമാവുന്നു. അതായത് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കാരണമാവുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം മീനിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിക്ക് കാരണമാവുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഒരു ട്രെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്ററാണ്. ട്രെയിൻ റിലേറ്റ് ചെയ്ത ചാപ്റ്റർ എടുത്തുകൊണ്ട് ഡോർവേയിൽ രണ്ട് ട്രെയിനിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൻ എബോവ് യു ക്യാൻ സീ 2 ട്രെയിൻസ്. നമുക്ക് ചിത്രത്തിൽ എന്ത് കാണുന്നുണ്ട്? 2 ട്രെയിനിൻ്റെ ചിത്രം കാണുന്നുണ്ട് ഇല്ലേ. അപ്പോൾ എന്താണ് ഈ 2 ട്രെയിൻ തമ്മിൽ വ്യത്യാസം? ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? 2 ട്രെയിനും ഒരേ ട്രെയിൻ ആണോ? അല്ല. എങ്ങനെയാണ് ഈ ട്രെയിൻ വ്യത്യസ്തമാവുന്നത്? ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? 2 ട്രെയിനും ഒരുപോലെയാണോ? അതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. യെസ് ദ ട്രെയിൻസ് ആർ ഡിഫറെൻറ്റ്. ട്രെയിൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. യെസ് ദ ട്രെയിൻസ് ആർ ഡിഫറെൻറ്റ്. ഇനി അതിൻ്റെ വ്യത്യസ്തങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ട്രെയിൻ ഈസ് എ സ്റ്റീം എൻജിൻ ട്രെയിൻ. ഇറ്റ് റൺസ് യൂസിങ് കോൾ ആൻഡ് സ്റ്റീം. ഫസ്റ്റ് ചിത്രത്തിൽ കാണുന്ന ഫസ്റ്റ് ട്രെയിൻ എന്ന് പറയുന്നത് സ്റ്റീം എൻജിൻ ട്രെയിൻ ആണ്. അത് എന്താണ്? കോൾ ആൻഡ് സ്റ്റീം ഉപയോഗിച്ചിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? വർക്കാവുന്ന ട്രെയിൻ ആണ്. രണ്ടാമത്തെയോ ദ സെക്കൻഡ് ട്രെയിൻ ഈസ് എൻ ഇലക്ട്രിക് ട്രെയിൻ. ഇറ്റ് റൺസ് യൂസിങ് ഇലക്ട്രിസിറ്റി. രണ്ടാമത്തെ ട്രെയിൻ എങ്ങനത്തെയാണ്? ഇലക്ട്രിക് ട്രെയിൻ ആണ് അല്ലേ. രണ്ടാമത്തെ ട്രെയിൻ ഇലക്ട്രിക് ട്രെയിൻ ആണ്, ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ട്രെയിൻ ആണ്. ഓക്കെ, ദ സ്റ്റീം എൻജിൻ പ്രൊഡ്യൂസ് സ്മോക്ക് വൈൽ ദ ഇലക്ട്രിക് ട്രെയിൻ ഡസ് നോട്ട്. സ്റ്റീമിൽ വർക്ക് ചെയ്യുന്ന ട്രെയിൻ എന്താണ്? സ്റ്റീം എൻജിൻ ട്രെയിൻ പോകാം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ചിത്രങ്ങളിലോ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. സ്റ്റീം എൻജിൻ ട്രെയിൻ പോകുന്ന സമയത്ത് അതിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ ഇലക്ട്രിക് ട്രെയിനിൽ പുകയുണ്ടാവുമോ? ഇല്ല. The electric train is faster and cleaner than the steam engine. അതേപോലെ തന്നെ ഇലക്ട്രിക് ട്രെയിൻ എന്താണ്? വേഗത കൂടിയതായിരിക്കും. സ്റ്റീം ട്രെയിനെക്കാട്ടിലും വേഗത കൂടിയതും ക്ലീനും ആയിരിക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ട്രാവൽ ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ യെസ് ഐ ഹാവ് ട്രാവൽ ബൈ ട്രെയിൻ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേർണി? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എഴുതേണ്ടത് കേട്ടോ, പറയേണ്ടത്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. മൈ ട്രെയിൻ ജേർണി വാസ് വെരി എക്സൈറ്റിംഗ് ആൻഡ് എൻജോയബിൾ. ഐ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് സോ ഫീൽഡ്സ്, റിവേഴ്സ്, ബ്രിഡ്ജസ് ആൻഡ് വില്ലേജസ്. I liked hearing the sound of the train and watching people at different stations. ഇപ്പോൾ സാധാരണ നമ്മൾ ട്രെയിൻ യാത്ര ഇങ്ങനെ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ എന്താ ഇവിടെ പറയണത്? എൻ്റെ ട്രെയിൻ ജേർണി, എൻ്റെ ട്രെയിൻ യാത്ര എങ്ങനെയായിരുന്നു? നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയതായിരുന്നു. ഞാൻ എന്ത് ചെയ്യും? വിൻഡോ സീറ്റിൽ പോയിരുന്ന് പാടങ്ങളും പുഴകളും പാലങ്ങളും എല്ലാം നോക്കി, വില്ലേജ് ഗ്രാമങ്ങളൊക്കെ നോക്കി കണ്ടിരുന്നു. I like hearing the sound of train and watching people at different stations അല്ലേ. അപ്പോൾ നിങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് ട്രെയിൻ ജേർണിയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, അതായത് ഒരു ചെറിയൊരു ലിറ്റിൽ എൻജിൻ്റെ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. ഇനി എന്ത് ചെയ്യാം? ഈ ലിറ്റിൽ ട്രെയിനിൻ്റെ യാത്ര നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. അപ്പോൾ നല്ല രസകരമായിട്ടൊരു കഥയാണിത്. The little train came along the tracks. She was a happy little train. Her cars were full of good things for boys and girls. There were all kinds of toy animals, giraffes with long necks, teddy bears with no necks, and even a baby elephant. There were all kinds of dolls too.
dolls with blue eyes and yellow hair, dolls with brown eyes and brown hair, and the funniest toy clown you ever saw. There were toy trucks, airplanes and boats. There were picture books, games and drums to play. അപ്പോൾ നോക്കൂ, ഈ ലിറ്റിൽ ട്രെയിൻ ഇപ്പോൾ എവിടെയാണ്? ട്രാക്കിലൂടെ പോവുകയാണല്ലേ. ദ ലിറ്റിൽ ട്രെയിൻ റൺ അലോങ് ദ ട്രാക്ക്. ലിറ്റിൽ ട്രെയിൻ എവിടെയാണ് ഇപ്പോൾ? ട്രാക്കിലൂടെ പോവുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അവൾ എങ്ങനത്തെ ട്രെയിനാണ്? നല്ല ഹാപ്പി ആയിട്ടുള്ള ലിറ്റിൽ ട്രെയിൻ ആണ് കേട്ടോ. ഹെർ കാർസ് വേർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. കാർസ് എന്ന് വെച്ചാൽ ട്രെയിനിന്റെ ബാഗിൽ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇത് കണ്ടോ, ഇതിനെയാണ് കാർ എന്ന് പറയുന്നത്, കാർസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ എന്താണുള്ളത്? ഹെർ കാർസ് വേർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. എന്താണുള്ളത്? അതെ, ബോയ്സിനും ഗേൾസിനും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള നല്ല നല്ല സാധനങ്ങളാണ് ഇതിലുള്ളത്. There were all kinds of toy animals. ഇനി എന്തൊക്കെയാണ് ആ കാറിലുള്ളതെന്ന് പറയാം കേട്ടോ. There were all kinds of toy animals. എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസ് ഉണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. അനിമൽസിന്റെ അനിമൽസിന്റെ രൂപത്തിലുള്ള ടോയ്സ് ആണ്. ജിറാഫ്സ് വിത്ത് ലോങ് നെക്കുള്ള ജിറാഫ്, ടെഡി ബിയേഴ്സ് വിത്ത് നോ നെക്സ് ആൻഡ് ഈവൻ എ ബേബി എലിഫന്റ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ടോയ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ടോയ്സ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. There were all kinds of dolls too. അപ്പൊ ടോയ്സ് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പാവകളും ഉണ്ട് കേട്ടോ. There were all kinds of dolls ഉണ്ട്. Dolls with blue eyes and yellow hair. അതായത് നല്ല നീല കണ്ണുകളും മഞ്ഞ മുടിയൊക്കെ ഉള്ള ഡോൾസ്. Dolls with brown eyes and brown hair. ബ്രൗൺ ഐസും ബ്രൗൺ ഹെയർ ഉള്ള ഡോൾസ്. And the funniest toy clown you ever saw. പിന്നെ എന്തും കൂടി ഉണ്ട്? നല്ല ഫണ്ണി ആയിട്ടുള്ള ഒരു ടോയ് ക്ലൗൺ. ക്ലൗൺ എന്ന് വെച്ചാൽ എന്താ? ഇത് കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഈ കോമാളിനെ നമ്മൾ ക്ലൗൺ എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതുപോലത്തെ ക്ലൗണും ഉണ്ട്. ഓക്കെ. ആൻഡ് there were toy truck. അത് മാത്രമല്ല ഉള്ളത്, പിന്നെ എന്തൊക്കെയുള്ളത്? ടോയ് ട്രക്സ് ഉണ്ട്, എയർപ്ലെയിൻസ് ഉണ്ട്, ബോട്ട്സ് ഉണ്ട്. ആൻഡ് there were, ഇപ്പൊ ടോയ്സ് മാത്രമല്ല പിന്നെ എന്തുണ്ട്? പിക്ചർ ബുക്സ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, ആൻഡ് ഡ്രംസ് ടു പ്ലേ. പിന്നെ എന്തുണ്ട്? ഡ്രംസും ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ കാർസിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ലിറ്റിൽ എഞ്ചിനിൽ, നമ്മുടെ ലിറ്റിൽ ട്രെയിനിൽ എന്തൊക്കെയാണ് ഈ കാറിൽ ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് നോക്കൂ. The little train carried every kind of toy that boys or girls would play with. But that was not all. The little train carried good things to eat too. Big round oranges, fat red apples, long yellow bananas, fresh cold milk and lollipops to eat after dinner. പിന്നെ എന്തും കൂടി ഉണ്ട്? കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഉള്ളത്. The little train carried every kind of toy that boys or girls would play with. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കളിക്കാൻ എല്ലാ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളും ലിറ്റിൽ ട്രെയിനിലുണ്ട്. But that was not all. അത് മാത്രമല്ല, the little train carried good things to eat too. നല്ല കഴിക്കാനുള്ളതും കൂടെ നമ്മുടെ ലിറ്റിൽ ട്രെയിനിലുണ്ട് കേട്ടോ. എന്തൊക്കെയാ? നല്ല ബിഗ് റൗണ്ട് ഓറഞ്ചസ്, ഫാറ്റ് റെഡ് ആപ്പിൾസ്, ലോങ് യെല്ലോ ബനാനാസ്, ഫ്രഷ് കോൾഡ് മിൽക്ക് ഉണ്ട്, ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ കഴിച്ചിട്ട് അതിനുശേഷം കഴിക്കാനുള്ള നല്ല ലോലിപോപ്സും നമ്മുടെ ലിറ്റിൽ ട്രെയിനിലുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ലിറ്റിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. The little train was taking all these good things to the other sides of the mountain. ഇതെല്ലാം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ? അതെ, മലയുടെ അപ്പുറത്തെ സൈഡ്, മലയുടെ അതർ സൈഡിലുള്ള അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും കൊടുക്കാനാണ് കൊണ്ടുപോകുന്നത്. മൗണ്ടൻ എന്ന് വെച്ചാൽ മല കേട്ടോ. How happy the boys and girls will be to see me, said the little train. They will like the toys and good food that I am bringing. But all at once the train came to a stop. She could not move at all. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പറയുകയാണ് കേട്ടോ, how happy the boys and girls will be to see me. എന്നെ കാണുമ്പോൾ ബോയ്സും ഗേൾസും ഒക്കെ എത്രത്തോളം സന്തോഷിക്കും. said the little train. ആര് പറഞ്ഞു? ലിറ്റിൽ ട്രെയിൻ പറഞ്ഞു. They will like the toys and good food that I am bringing. ഞാൻ കൊണ്ടുപോകുന്ന ഈ ടോയ്സും അതുപോലെ തന്നെ നല്ല ആഹാരമെല്ലാം അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. But all at once the train came to a stop. ഇതെല്ലാം പറഞ്ഞ് സന്തോഷത്തോടു കൂടെ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സന്തോഷമെല്ലാം ഒരു സ്റ്റോപ്പ് എത്തിയതോടുകൂടെ നിന്നു. കാരണം എന്താ? അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ, അതായത് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ നമ്മുടെ ലിറ്റിൽ ട്രെയിന് സാധിക്കുന്നില്ല. അപ്പൊ എന്ത് പറ്റി നമ്മുടെ ട്രെയിന്? വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ലിറ്റിൽ ട്രെയിന്? The little train came to a stop. She could not move. Her wheels just would not turn. അവളുടെ വീലുകൾ, ചക്രങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നില്ല.
Why does the little train carry things to the other side of the mountain? ഈ സാധനങ്ങളൊക്കെ എന്തിനായിരിക്കും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ മലയുടെ അടുത്ത അതർ സൈഡിലേക്ക് അതർ സൈഡിലോട്ട് കൊണ്ടുപോകുന്നത്? അതായത് ഈ പോയിക്കൊണ്ടിരുന്നത് ഈ മലയും കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ അങ്ങോട്ട് എന്തിനാണ് ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നത്? The little train carried every kind of toy for boys and girls, and it carried good things to eat too. The little train carries things to the other side of the mountain to bring happiness to the boys and girls. ആ അതർ സൈഡിലുള്ള ബോയ്സിനും ഗേൾസിനും അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ ഇതെല്ലാം കൊണ്ടുപോകുന്നത്, ഈ ടോയ്സും അതേപോലെ തന്നെ ഈ ഗുഡ് ഫുഡൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സ്റ്റോറി. Oh dear, said the little train. What can be the matter? She tried to start up again. She tried and tried, but her wheels just would not turn. We can help, said the toy animals. The clown and animals climbed out of their cars. They tried to push the little train, but she could not move. We can help too, said the dolls, and they got out and tried to push. Still the little train did not move. The toys and dolls did not know what to do. അപ്പോൾ എന്താ പറയുന്നത് ലിറ്റിൽ ട്രെയിൻ? സങ്കടത്തോടെ പറയണല്ലേ, ഓ ഡിയർ വാട്ട്. അപ്പോൾ അവളുടെ സങ്കടം കണ്ടിട്ട് എന്താണ്, വാട്ട് ക്യാൻ ബി ദ മാറ്റർ? ഷി ട്രൈ ടു സ്റ്റാർട്ട് അപ്പ് അഗൈൻ. അപ്പോൾ അവൾ വീണ്ടും എന്താ പ്രശ്നം എന്ന് അറിയില്ല, അതുകൊണ്ട് വീണ്ടും അവൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷി ട്രൈഡ് ആൻഡ് ട്രൈഡ്, വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ, പക്ഷെ അവളുടെ ചക്രങ്ങൾ തിരിയുന്നുണ്ടായിരുന്നില്ല. വി ക്യാൻ ഹെൽപ്പ്, said the toy animals. അപ്പോൾ ഇത് കണ്ടിട്ട് ടോയ് അനിമൽസ് എന്ത് പറഞ്ഞു, ഞങ്ങൾ നിന്നെ സഹായിക്കാന്ന് പറഞ്ഞു. The clown and the little animals climbed out of their cars. അപ്പോൾ ആ കാർസിൽ നിന്ന് ക്ലൗണും അതുപോലെ തന്നെ അനിമൽസും അവിടെ നിന്ന് ഇറങ്ങി. They tried to push the little train. ആ ലിറ്റിൽ ട്രെയിൻ തള്ളാൻ വേണ്ടി അവർ ശ്രമിക്കാൻ തുടങ്ങി. But she could not move. പക്ഷെ അവൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല, അവിടെ തന്നെ സ്ട്രക്ക് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. We can help too, said the dolls, and they got out and tried to push. ഞങ്ങളും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ആര് വന്നു, ഡോൾസ് വന്നു. അവരും എന്ത് ചെയ്തു, കാർസിൽ നിന്ന് ഇറങ്ങിയിട്ട് അവരും ട്രെയിൻ തള്ളാൻ വേണ്ടി സഹായിച്ചു. Still the little train did not move. പക്ഷെ എന്നിട്ടും ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല. The toys and dolls did not know what to do. അപ്പോൾ ടോയ്സിനും ഡോൾസിനും ഒന്നും അറിയുന്നില്ല അല്ലേ, ഇനി എന്താണ് ഇപ്പോൾ ചെയ്യുക എന്നുള്ളത് അറിയുന്നില്ല. Just then a shiny new engine came puffing down another track. Maybe that engine can help us, cried the clown. He began to wave a red flag. The shiny new engine slowed down. The dolls and toys called out to him. Our engine is not working, they said. Please pull our train over the mountain. If you do not, the boys and girls will not have any toys or good food. എന്ത് പറഞ്ഞു? അപ്പോഴാണ് അതുവഴി ആര് പോയത്, നല്ല ഷൈനി ആയിട്ടുള്ള ഷൈനി ന്യൂ എൻജിൻ, നല്ല പുതിയ ഷൈനി ആയിട്ടുള്ള ന്യൂ എൻജിൻ അങ്ങനെ അടുത്ത ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് അത് കണ്ടതും നമ്മുടെ ക്ലൗൺ എന്ത് പറയുകയാണ്, ചിലപ്പോൾ ആ എഞ്ചിന് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. മേ ബി ദാറ്റ് എഞ്ചിൻ ക്യാൻ ഹെൽപ്പ് us. ചിലപ്പോൾ ആ എഞ്ചിന് നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. ഹി ബിഗൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, റെഡ് കളർ ഫ്ലാഗ് അല്ലെങ്കിൽ റെഡ് കളർ കാണണം അല്ലേ. അപ്പോൾ റെഡ് ഫ്ലാഗ് വീശിക്കൊണ്ട് ക്ലൗൺ എന്ത് ചെയ്തു, അങ്ങോട്ട് ഓടി. The shiny new engine slowed down. അത് കണ്ടപ്പോൾ ഷൈനി ന്യൂ എഞ്ചിൻ വേഗം തന്നെ ട്രെയിൻ എന്ത് ചെയ്തു, സ്ലോ ചെയ്തു. The dolls and toys called out to him. അത് വേഗം തന്നെ നമ്മുടെ ഡോൾസും ടോയ്സ് ഒക്കെ ആ ന്യൂ എഞ്ചിനോട് പറയാണ് കേട്ടോ, ഷൈനി ന്യൂ എഞ്ചിനോട് പറയാണ്. Our engine is not working, they said. ഞങ്ങളുടെ എഞ്ചിൻ വർക്ക് ആവുന്നില്ല. Please pull our train over the mountain. If you do not, the boys and girls will not have any toys or good food. ഞങ്ങളുടെ എഞ്ചിനെ എന്ത് ചെയ്യാം, ഒന്ന് പുള്ള് ചെയ്യോ, മല കടക്കാൻ വേണ്ടി ഒന്ന് പുള്ള് ചെയ്യോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ the boys and girls will not have any toys or good food. ആ മലയുടെ അപ്പുറത്തെ സൈഡിലുള്ള ബോയ്സിനും ഗേൾസിനൊന്നും നല്ല ആഹാരവും നല്ല ടോയ്സും കിട്ടില്ല എന്ന് നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിനോട് ഡോൾസും ടോയ്സ് ഒക്കെ പറയുകയാണ്. Will the shiny new engine help the little train? അപ്പോൾ ഷൈനി ന്യൂ എഞ്ചിൻ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചിട്ടുണ്ടാവോ? നമുക്ക് നോക്കാം അല്ലെ, നെക്സ്റ്റ് പേജ് നോക്കാം. The shiny new engine was a bit friendly. You want me to pull you? He asked. That is not what I do. I carry people. They sit in cars with the soft seats. They look out of the windows. They eat in a nice dining car. They even sleep in a fine sleeping cars. How dare you ask me? The shiny new engine went without another word. How sad were all the toys and dolls. ഇത് കേട്ടിട്ട് നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിൻ എന്ത് പറയാണ്, ഞാൻ എന്ത് ചോദിച്ചു, അവൻ എന്ത് ചോദിച്ചു, അതായത് ഷൈനി ന്യൂ എഞ്ചിൻ കേട്ടോ എന്ത് ചോദിക്കുകയാണ്,
ചോദിക്കുകയാണ്, ഞാൻ വലിക്കാനോ എന്ന് ചോദിക്കണം കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അതല്ല എൻ്റെ ജോലി. ഐ ക്യാരി പീപ്പിൾ. ഞാൻ ആൾക്കാരെ കയറ്റുന്ന, മനുഷ്യരെ കയറ്റുന്ന ഒരു എഞ്ചിനാണ്. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്. അവർ എൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു. ദേ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. വിൻഡോയിലൂടെ അവർ പുറത്ത് നോക്കി കാഴ്ചകൾ കാണുന്നു. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. ഡൈനിങ് കാർസിൽ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നു. ദേ ഈവൻ സ്ലീപ്പ് ഇൻ ദ ഫൈൻ സ്ലീപ്പിംഗ് കാറിൽ അവർ എന്ത് ചെയ്യുന്നു, ഉറങ്ങുന്നു. ഹൗ ഡെയർ യു ആസ്ക് മീ, എന്നോട് ഈ കാണുന്ന ലിറ്റിൽ ട്രെയിനെ വലിക്കുമോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ആര് ചോദിച്ചു? ഷൈനി ന്യൂ എഞ്ചിൻ ചോദിച്ചു. അത്രമാത്രം ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ ഒന്നും തന്നെ പറയാതെ അവിടെ നിന്നും നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിൻ യാത്ര തുടർന്നു അല്ലേ. ഹൗ സാഡ് were all the toys and dolls. അപ്പോൾ നമ്മുടെ ഷൈനി ന്യൂ എഞ്ചിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചോ? ഇല്ല. അതോടുകൂടി തന്നെ ടോയ്സിനും ഡോൾസിനൊക്കെ ഒരുപാട് സങ്കടമായി. The shiny new engine was a bit friendly, but he did not help the little train. Why? എന്തുകൊണ്ടായിരിക്കും ഷൈനി ന്യൂ എഞ്ചിൻ അവരെ സഹായിക്കാതെ, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? The shiny new engine did not help the little train because he was designed to carry people in cars and he did not see himself as a helper of toy carrying train. അപ്പോൾ കാരണം എന്താ? ഒന്നാമത്തെ ഷൈനി ന്യൂ എഞ്ചിൻ എന്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണത്? ആൾക്കാരെ കയറ്റുന്ന ഒരു ട്രെയിനാണ് അല്ലേ, മനുഷ്യരുടെ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് ചിന്തിച്ചു? ഹി ഡിഡ് നോട്ട് സീ ഹിംസെൽഫ് ആസ് എ ഹെൽപ്പർ. അതുകൊണ്ട് തന്നെ ആ ട്രെയിൻ ചിന്തിക്കുകയാണ്, ഞാനൊരു ടോയ് ക്യാരിങ് ട്രെയിനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആ ട്രെയിൻ എന്ത് ചെയ്യുകയാണ്, സ്വയം ചിന്തിക്കുകയാണ്. നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വീണ്ടും നമ്മുടെ ലിറ്റിൽ ട്രെയിൻ നിൽക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ലിറ്റിൽ ട്രെയിനെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആരാണുള്ളത് ചിത്രത്തിൽ? വേറൊരു ട്രെയിനും കൂടെ വരികയാണ് അല്ലേ. അടുത്ത ട്രാക്കിലൂടെ വേറെ ഒരു ട്രെയിൻ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് ആരാ നമുക്ക് നോക്കാം. Then the toy clown called out, "Here comes another engine, a big, strong one. Maybe this engine will help us." Again the clown waved his flag. The big, strong engine came to a stop. The toys and dolls called out together, "Please help us, big strong engine. Our train is not working, but you can pull us over the mountain. You must help us, or the boys and girls will not have any toy to play with or good food to eat." But the big strong engine did not want to help. "I do not pull toys," he said. "I pull cars full of heavy load. I pull big trucks. I have no time to help you." And away puffed the big strong engine without a word. അപ്പോൾ അതുവഴി ആര് വരികയാണ്? വേറൊരു ട്രെയിൻ വരികയാണ് അല്ലേ. വേറൊരു എഞ്ചിൻ വന്നു. അപ്പോൾ എന്ത് കണ്ടിട്ട് വേഗം തന്നെ എന്ത് ചെയ്യാണ്? "Here comes another engine, a big strong one." അത് എങ്ങനത്തെയായിരുന്നു? ബിഗ് ആണ്, വലുതാണ്, നല്ല ശക്തിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എ ബിഗ് സ്ട്രോങ് വൺ, മേ ബി ദിസ് എഞ്ചിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പോൾ നമ്മളെ ഈ എഞ്ചിന് സഹായിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലൗൺ വേഗം തന്നെ റെഡ് ഫ്ലാഗ് എടുത്തു പോയിട്ട് വീശി. അപ്പോൾ നമ്മുടെ ബിഗ് സ്ട്രോങ് എഞ്ചിൻ അവിടെ നിന്നു. The toys and dolls called out together. അത് ആ ട്രെയിനോട് വേഗം തന്നെ നമ്മുടെ ടോയ്സും ഡോൾസ് എല്ലാം കൂടെ എന്ത് പറയുകയാണ്, ഞങ്ങൾ ഒന്ന് സഹായിക്കൂ, പ്ലീസ് ഹെൽപ്പ് us, ബിഗ് സ്ട്രോങ് എഞ്ചിൻ. Our train is not working. ഞങ്ങളുടെ ട്രെയിന് വർക്ക് ആവുന്നില്ല. But you can pull us over the mountain. ഞങ്ങളെ എന്ത് ചെയ്യുക, ഈ മലയുടെ മുകളിലൂടെ എന്ത് ചെയ്യുക, ഒന്ന് വലിച്ചു കൊണ്ടുപോകുമെന്ന് ചോദിക്കുകയാണ്. You must help us. തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇല്ലെങ്കിൽ or the boys and girls will not have any toy to play with or good food to eat. അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും കളിക്കാൻ നല്ല ടോയ്സോ കഴിക്കാൻ നല്ല ആഹാരമോ ലഭിക്കില്ല എന്ന് ആര് പറഞ്ഞു? ടോയ്സും ഡോൾസും പറഞ്ഞു. But the big strong engine did not want to help. പക്ഷെ നമ്മുടെ ബിഗ് സ്ട്രോങ് എഞ്ചിന് അവരെ സഹായിക്കാൻ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്ത് പറഞ്ഞു? I do not pull toys. ഞാൻ ടോയ്സ് കളിപ്പാട്ടങ്ങളെ പുള്ളിയാറില്ല, വലിക്കാറില്ല. He said, "I pull cars full of heavy load." ഞാൻ എങ്ങനെയുള്ള കാർസ് ആണ് വലിക്കുക, പുള്ളി ചെയ്യുക? നല്ല ഹെവി ലോഡ് ഉണ്ടായിരിക്കണം, നല്ല ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിരിക്കണം. I pull big truck. അതുപോലെ തന്നെ കുറച്ച് നല്ല ബിഗ് ട്രക്ക് മാത്രമേ ഞാൻ വലിക്കാറുള്ളൂ. I have no time to help you. നിന്നെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ സമയമില്ല. And away puffed the big strong engine without a word. വീണ്ടും ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ട്രെയിനും അവിടെ നിന്ന് പോയി. The big strong engine puffed away without a word. What was the reason? എന്തുകൊണ്ടായിരിക്കും ആ ബിഗ് സ്ട്രോങ് എഞ്ചിൻ അവിടെ നിന്ന് വീണ്ടും ഒന്നും പറയാതെ ഹെൽപ്പ് ചെയ്ത് അവിടെ പോകാനുള്ള കാരണം എന്താണ്? What was the reason? The big strong engine puffed away without a word because he
because he did not want to help the little train. He said he did not pull toys, only pull cars full of heavy loads and big trucks, and has no time to help the little train. Next page. The little train was no longer happy. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ സന്തോഷമായിരിക്കുമോ? അല്ല അല്ലേ, ഒരുപാട് സങ്കടമായി. And the dolls and toys were ready to cry. But the clown called out, look, another engine is coming, a little blue engine, a very little one. Maybe this engine will help us. The little blue engine was a happy engine. She saw the clown waving his red flag and stopped at once. What is the matter? She asked kindly. Oh, little blue engine, cried the dolls and toys, will you pull us over the mountain? Our engine is not working. If you do not help, the boys and girls will have no toys or good food. Just over the mountain. Please help us. അപ്പോൾ എന്ത് പറയാണ്? അപ്പോൾ അവർക്ക് സങ്കടമായി, ലിറ്റിൽ ട്രെയിൻ ഒരുപാട് സങ്കടമായി. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വെർ റെഡി ടു ക്രൈ. ഇപ്പം സഹായിക്കാൻ ആരുമില്ലാതെ നമ്മുടെ ഡോൾസും ടോയ്സൊക്കെ കരയാനായി അല്ലേ. പക്ഷെ അപ്പോഴാണ് ആരെ കണ്ടത്? നമ്മുടെ ക്ലൗൺ ആരെ കണ്ടത്? അതുവഴി വേറൊരു ലിറ്റിൽ ബ്ലൂ എൻജിൻ പോകുന്നു അല്ലേ. വളരെ ലിറ്റിലായിട്ടൊരു ചെറിയൊരു ബ്ലൂ എൻജിൻ പോകുന്നു. അപ്പോൾ ചിലപ്പോൾ നമ്മളെ ആ എൻജിൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ക്ലൗൺ എന്ത് ചെയ്തു? ആ ലിറ്റിൽ ബ്ലൂ എൻജിനോട് സഹായം ചോദിക്കാൻ പോയി. ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ എങ്ങനെയായിരുന്നു? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. വളരെ സന്തോഷമുള്ള നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു എൻജിൻ ആയിരുന്നു. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. അവൾ ആരെ കണ്ടു? ആ ക്ലൗണ് റെഡ് കളർ ഫ്ലാഗ് വീശുന്നത് കണ്ടു സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് എന്താ ചോദിക്കുന്നത്? വളരെ കൈൻഡോട് കൂടെ അല്ലെ, വളരെ ദയാപൂർവ്വം എന്ത് ചോദിക്കണം? സ്നേഹത്തോടു കൂടെ എന്ത് ചോദിച്ചു? എന്താണ് പ്രശ്നം, എന്താണ് വേണ്ടത് ചോദിച്ചു. അപ്പം നമ്മുടെ എല്ലാവരും ഡോൾസും ടോയ്സും ഒക്കെ പറയാണ്, ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ, ഞങ്ങളൊന്ന് ഈ മലയുടെ മുകളിലേക്ക് പുള്ളി ചെയ്യാൻ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല, അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ the boys and girls will have no toys or good food just over the mountain. അപ്പുറമുള്ള അതർ സൈഡിലുള്ള ആർക്ക്? ബോയ്സിനും ഗേൾസിനും ഒന്നും നല്ല ആഹാരവും അതുപോലെ തന്നെ ടോയ്സും ലഭിക്കില്ല. സോ പ്ലീസ് ഹെൽപ്പ് us. അതുകൊണ്ട് ദയവായി ഞങ്ങളെ സഹായിക്കുന്ന ആര് പറയാണ്? അതെ, നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിനോട് ആര് പറഞ്ഞു? ലിറ്റിൽ ബ്ലൂ എൻജിനോട് ആര് പറയാണ്? അതായത് നമ്മുടെ ടോയ്സും ഡോൾസും പറയാണ് അല്ലേ. അപ്പൊ നോക്കൂ, നെക്സ്റ്റ് ഇവിടെ ചോദ്യം എന്താണ്? വിൽ ദ ലിറ്റിൽ ബ്ലൂ ഇവിടുത്തെ ചോദ്യം എന്താണ്? വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിച്ചിട്ടുണ്ടാകുമോ? നമുക്ക് നോക്കാം, നെക്സ്റ്റ് പേജ് നോക്കാം അല്ലെ. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ബ്ലൂ എൻജിനും നമ്മുടെ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? If the little blue engine did not help the little train, the boys and girls on the other side of the mountain will not have any toys or good food. അതർ സൈഡ് മൗണ്ടെയിൻ്റെ മലയുടെ അതർ സൈഡിലുള്ള ബോയ്സിനും ഗേൾസിനും ഒന്നും എന്ത് കിട്ടില്ല? നല്ല ടോയ്സും കഴിക്കാൻ നല്ല ആഹാരവും ലഭിക്കില്ല അല്ലേ. നമുക്ക് നോക്കാം ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിച്ചിട്ടുണ്ടാവും നോക്കാം. നെക്സ്റ്റ് പേജ് നോക്കൂ. Oh my dears, said the little blue engine, I am not very big and I do not pull trains. I just work in the yards. I have never been over the mountain. But we must get there before the children wake up, said the toys and dolls. Please, the little blue engine looked at the dolls and toys. She could see that they were not happy. She thought about the children on the other side of the mountain. Without toys or good food, they would not be happy either. The little blue engine pulled up closer. She took hold of the little train. The toys and dolls climbed back into their cars. അപ്പോൾ എന്ത് പറയുക? നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് പറഞ്ഞു? I am not very big. ഞാൻ വലുതൊന്നുമല്ല. And I do not pull trains. ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ട്രെയിൻസ് ഒന്നും വലിച്ചിട്ടുമില്ല. I just work in the yards. ഞാൻ ജസ്റ്റ് എന്താണ്? യാർഡ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനാണ് കേട്ടോ ഇത്. അതായത് പുല്ലുകളൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ, അതായത് അവിടെ യാർഡെന്ന് ഉദ്ദേശിക്കുന്നത് മുറ്റമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ചെറിയൊരു ട്രെയിനാണ് കേട്ടോ ഇത്. അപ്പോൾ I never have been over the mountain. ഞാൻ ഒരിക്കലും തന്നെ എന്ത് ചെയ്തു? I have never been over the mountain. ഇതുവരെ ഒരിക്കൽ പോലും തന്നെ മലയുടെ മുകളിലേക്ക് ഞാൻ യാത്രയും ചെയ്തിട്ടില്ല അല്ലെ. But we must get there before the children wake up, said the toys and dolls. അപ്പോൾ ഇത് കേട്ടത് നമ്മൾ ടോയ്സും ഡോൾസും എന്ത് പറയാണ്? ഇല്ല, നമുക്ക് വേഗം തന്നെ ആ കുട്ടികൾ മൗണ്ടൻ്റെ അതർ സൈഡിലെ കുട്ടികൾ വേക്കപ്പ്, അവർ ഉണരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്താൻ സാധിക്കും. പ്ലീസ്
The little blue engine looked at the dolls and toys. അപ്പോൾ നമ്മുടെ അവർ പറയുന്നത് കേട്ട് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ത് ചെയ്യാണ്, ഡോൾസിനും ടോയ്സും നോക്കുകയാണ്. ഷീ കുഡ് സീ ദാറ്റ് ദേ വർ നോട്ട് ഹാപ്പി. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവരാരും തന്നെ സന്തോഷത്തിൽ അല്ല എന്ന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അപ്പോൾ അവൾ ചിന്തിച്ചത് മൗണ്ടൈൻ്റെ മലയുടെ അതർ സൈഡിലുള്ള കുട്ടികളെ കുറിച്ച് ചിന്തിച്ചു അല്ലേ. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വിൽ നോട്ട് ബി ഹാപ്പി ചെയ്ത്. അപ്പോൾ ഈ നല്ല ആഹാരവും ടോയ്സ് ഒന്നും കിട്ടാതെ അവർ അതർ സൈഡിലുള്ള മൗണ്ടൈൻ്റെ അതർ സൈഡിലെ കുട്ടികൾക്ക് ഒരിക്കലും തന്നെ സന്തോഷം ലഭിക്കില്ല. ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ pulled up closer. She took hold of the little train. അപ്പോൾ എന്ത് ചെയ്തു, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ നമ്മുടെ ലിറ്റിൽ ട്രെയിനിൻ്റെ അടുത്തോട്ട് വന്നു. എന്നിട്ട് അവൾ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു. അതായത് നമ്മുടെ ലിറ്റിൽ ട്രെയിനെ ഹോൾഡ് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംബഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അങ്ങനെ പുള്ളി ചെയ്യാൻ അവൾ റെഡിയായി അല്ലേ. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ റെഡിയായി. ടോയ്സും ഡോൾസ് എല്ലാം വേഗം തന്നെ അവരുടെ കാർസിലോട്ട് കയറി. How does the little blue engine differ from the other engines? മറ്റുള്ള എൻജിൻസ്, അതായത് നമ്മുടെ ഷൈനി എൻജിനും നമ്മുടെ ബിഗ് ആൻഡ് സ്ട്രോങ് എൻജിനൊക്കെ വന്നു അല്ലേ, ആ എൻജിൻ വെച്ചിട്ട് എങ്ങനെയാണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. എങ്ങനെയാണ്? The little blue engine was not very big and did not pull trains, and it just worked in the yards and never been over the mountains. അതായത് വളരെ ചെറിയൊരു എഞ്ചിനാണ്, അത്ര വലുതൊന്നും അല്ല, ഇതുവരെ ട്രെയിൻ ഒന്നും പുള്ളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്ത് ചെയ്യണം, നമ്മുടെ ലിറ്റിൽ ട്രെയിനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുകയാണ് അല്ലേ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ? അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ്റെ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ ക്വാളിറ്റിയാ? The little blue engine has qualities such as kindness, determination, empathy and positivity. വേണമെങ്കിൽ ലിറ്റിൽ ബ്ലൂ എഞ്ചിന് ഇല്ല എനിക്കും പറ്റില്ല, ഞാൻ ചെറുതാണെന്നൊക്കെ പറഞ്ഞിട്ട് സഹായിക്കാതെ പോകാമായിരുന്നു അല്ലേ. എന്നിട്ടും എന്ത് ചെയ്യാണ്, ഇവിടെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. And നോക്കൂ നെക്സ്റ്റ് എന്ത് സംഭവിച്ചു. At last the little blue engine said, I think I can climb up the mountain. I think I can. I think I can. Then the little blue engine began to pull. She tugged and she pulled. She pulled and she tugged. I think I can. I think I can, she said. Slowly, slowly the train started to move. The dolls and toys began to smile and clap. Up the mountain went the little blue engine, and all the time she kept saying, I think I can. I think I can. I think I can. Up, up, up. The little engine climbed and climbed. അങ്ങനെ അവസാനം നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ലിറ്റിൽ ട്രെയിൻ വലിക്കാൻ തയ്യാറായി. അപ്പോൾ ഇങ്ങനെ പറയാണ് അല്ലേ, ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈംബ് ദ മൗണ്ടൻ, എനിക്ക് ഈ മല കയറാൻ സാധിക്കുമെന്ന് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഐ തിങ്ക് ഐ ക്യാൻ, ഞാൻ വിചാരിക്കുന്നത് എന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ സ്വയം മോട്ടിവേറ്റ് ചെയ്യണില്ല, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പതുക്കെ പതുക്കെ വലിച്ച് നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. വലിച്ച് പതിയെ മൂവ് ചെയ്തു. അങ്ങനെ അത് വലിച്ച് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവർക്കും ഡോൾസിനും ടോയ്സിനൊക്കെ ഒരുപാട് സന്തോഷമായിട്ട് അവർ ക്ലാപ്പ് ഒക്കെ ചെയ്യുകയാണ്. Why did the dolls and toys start smiling and clapping? എന്തുകൊണ്ടാണ് ഡോൾസും ടോയ്സ് ഒക്കെ സ്മൈൽ ചെയ്യാനും ക്ലാപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടെ ടക്ക്ഡ് എന്ന് പറഞ്ഞാൽ വലിക്കുന്നതിനെയാണ് പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ്? Why did the dolls toys start smiling and clapping? The dolls and toys started smiling and clapping because they were filled with hope and joy as the little blue engine began to pull the little train. എന്തുകൊണ്ടാണ്? അവർക്ക് വീണ്ടും പ്രതീക്ഷയായി, സന്തോഷമായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ബോയ്സിന് അതർ സൈഡിലുള്ള ബോയ്സിന് ഗേൾസിൻ്റെ അടുത്ത് എത്താൻ സാധിക്കുന്നവർക്ക് പ്രതീക്ഷയായതുകൊണ്ടാണ് അവർക്ക് സന്തോഷമായത്. Why does the little blue engine say I think I can? എന്തുകൊണ്ടാണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, I think I can എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള കാരണം എന്താണ്? The little blue engine says, I think I can, to express her determination and belief in her ability to overcome the challenge of pulling the little train over the mountain. സ്വയം പറയണല്ലേ, അതായത് അത്രയും വലിയ മല കയറുന്നത് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ കുറച്ച് കഷ്ടമായിരുന്നു. പക്ഷെ അത് സ്വയം മോട്ടിവേറ്റ് ചെയ്യണം, ഉള്ളിൽ നിന്ന് സ്വയം അത് എന്ത് ചെയ്യുകയാണ്, കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അങ്ങനെ നമ്മൾ കഥയുടെ അവസാന ഭാഗത്തോട്ട് വരികയാണ് കേട്ടോ. At last she reached the top of the mountain. Down below lay the city. Hooray, hooray, cried the dolls and animals. The boys and girls will be so happy, all because you helped us, the little blue engine, said the toy clown. The little blue engine just smiled, but as she puffed down the mountain, the little blue engine seemed to say, I thought I could, I thought I could, I thought I could. അങ്ങനെ എന്ത് ചെയ്തു, അവസാനം അവർ ആ മൗണ്ടെയിൻ്റെ മുകളിലെത്തി. താഴേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്, സിറ്റി മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവരങ്ങനെ മല മുകളിൽ കയറിയതും അവർക്കെല്ലാം സന്തോഷത്തോടു കൂടി അവരെന്താ പറയണത്, അവർ സന്തോഷത്തോട് നിലവിളിക്കുകയാണ് അല്ലേ. അങ്ങനെ the boys and girls will be so happy, all
because you helped us little blue angel. അപ്പോൾ ക്ലൗൺ പറയുക, നമ്മുടെ ടോയ് ക്ലൗൺ പറയാണ് ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപാട് സന്തോഷമായി, എല്ലാത്തിനും കാരണം നീയാണെന്ന് ലിറ്റിൽ ബ്ലൂ ഏഞ്ചലിനോട് പറഞ്ഞു താങ്ക്സ് പറയാണ് അല്ലേ. The little blue angel just smiled, but as she puffed down the mountain, the little blue angel seemed to say, അങ്ങനെ നമ്മുടെ ലിറ്റിൽ ബ്ലൂ ഏഞ്ചലിനോട് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞു ലിറ്റിൽ ബ്ലൂ ഏഞ്ചൽ തിരിച്ചു മല ഇറങ്ങുമ്പോൾ എന്താ പറയുന്നത്, I thought I could അല്ലേ, അങ്ങനെ പറഞ്ഞ് നമ്മുടെ ലിറ്റിൽ ബ്ലൂ ഏഞ്ചൽ മല ഇറങ്ങുകയാണ്. വാട്ട് ക്യാരക്ടർ ഇൻ ദിസ് സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്, വൈ? ഏത് ക്യാരക്ടർ, നമ്മുടെ കഥയിൽ ആരെയൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ഉണ്ട്, ഷൈനി ട്രെയിൻ ഉണ്ട് അല്ലേ, പിന്നെന്താണ് നമ്മുടെ ബിഗ് ആൻഡ് സ്ട്രോങ് എഞ്ചിൻ വരുന്നുണ്ട്, അതല്ലേ നമ്മുടെ ടോയ് ക്ലൗൺ ഉണ്ട്. അപ്പം ആരെയാണ് നിങ്ങൾക്ക് കഥയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്, അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് അപ്പം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, the character I like the most in the story is the little blue engine because of its kindness, compassion and determination to help the little train. Little train സഹായിച്ചത് ആരായിരുന്നു, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ആണ് അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എഴുതിയിരിക്കുന്നത്. ആൻഡ് സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി, കഥയ്ക്ക് നിങ്ങളോട് വേറൊരു തലക്കെട്ട്, വേറൊരു ഹെഡിങ് എഴുതാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ടൈറ്റിൽ കൊടുക്കുക. നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ജേർണി ഓഫ് ഹാപ്പിനെസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കഥയുടെ ഓഥർ ആരാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. about the author, Arnold Mungana, 1858 അദ്ദേഹം ജനിച്ചത്, 1957 അദ്ദേഹം മരണപ്പെട്ടത്. was born in Hungary. This story is his first published version of the fairy tale. He chose the pen name Watty Piper. Okay. അപ്പോൾ നമ്മുടെ കഥ ആണ് നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്റ്റോറി റീഡിംഗ് ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ചാപ്റ്ററിലെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ വരും ക്ലാസ്സുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടർക്കും നമ്മുടെ സ്റ്റോറി ഇഷ്ടമായെന്ന് കരുതുന്നു. കഥ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്